ഹായ്, പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ KGF ചാപ്റ്റർ 2-ലെ തൂഫാൻ മലയാളം വേർഷൻ. തൂഫാൻ മലയാളത്തിൽ നമ്മൾ ഇതിന്റെ കന്നഡയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് റിയാക്ഷൻ. പക്ഷേ അതൊരു വക നമുക്ക് മനസ്സിലായില്ല. മ്യൂസിക് ബീറ്റ് സംഭവങ്ങളൊക്കെ എൻജോയ് ചെയ്തു. നമ്മൾ അതിന്റെ ഒറിജിനൽ വേർഷൻ തന്നെ ആദ്യം ചെയ്യാലാന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ എന്തായാലും അതൊക്കെ സംഭവം നമുക്ക് ക്ലിക്കായി. പക്ഷേ അല്ലെ, ക്ലിക്കായതല്ല, നമുക്ക് ഇത് കിട്ടി അതിന്റെ ഫീലും സംഭവങ്ങളൊക്കെ. പക്ഷേ അർത്ഥം നമുക്ക് മലയാളം തന്നെ കണ്ടാൽ മാത്രമേ മനസ്സിലാവൂ. അപ്പൊ നമ്മളുടെ വൺ ഓഫ് ദി സബ്സ്കു നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ മലയാളം ചെയ്യണം എന്നുള്ളത്. അപ്പൊ നമുക്കും ഉണ്ടായിരുന്നു ഇതിന്റെ മലയാളം ചെയ്യണം എന്നുള്ളത്. അപ്പൊ എന്തായാലും ഓവറായിട്ട് പറയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് മലയാളം കണ്ട് ആസ്വദിക്കാം, അർത്ഥത്തോടു കൂടി ആസ്വദിക്കാം അല്ലെ. റെഡി? പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ്. യെസ്, പ്രശാന്ത് നീൽ. അതിന്റെ തൂഫാൻ. എന്താ പാസ് Beat. Hey. Very. മനസ്സിലാവും. മലയാളത്തിൽ ആലോചിച്ചിട്ടുണ്ടോ? Addicted to KGF. Yes. BGM. Chapter 2. 27 March. Trailer. 6:40. അതെന്താ അങ്ങനത്തെ ടൈമിങ്? രാത്രി ഇങ്ങോട്ട് വരാൻ സന്ധ്യല്ലേ. എനിക്ക് തോന്നുന്നു വിളക്ക് എത്തിക്കുമ്പോ അങ്ങോട്ട് ഇറക്കിക്കോട്ടെ വെച്ചിട്ട് കൂട്ടിക്കാറ്റായിട്ട് 6:00 ഏകദേശം ഇവിടെ എത്തിക്കാൻ തോന്നുന്നു. 6:40 എന്ന് പറയുമ്പോ ചിലപ്പോ സന്ധ്യ അങ്ങനെ പലതരത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്.
6 മണിക്കെന്ന് പറയുമ്പോൾ 5:50 5:30 ഇറക്കും, ചിലപ്പോ 6 മണി എന്ന് പറയുമ്പോൾ 6:15 ഇറക്കും. പക്ഷെ ഇതെനിക്ക് തോന്നുന്നില്ല ഇറക്കാൻ എന്തായാലും കാരണം വെച്ചാൽ ഒന്നില്ലെങ്കിൽ 6 മണി, അല്ലെങ്കിൽ 6:15, അല്ലെങ്കിൽ 6:20, സോറി 6:30, ഇത് 6:40 അല്ലേ? മനസ്സിലാവാത്തത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു കേട്ട ആ ഒരു പാട്ടിന്റെ ആ ഒരു മൂഡിൽ തന്നെയാണ് ഇപ്പോൾ. ആ ഒരു ശരിക്കും അത് തൂഫാൻ തന്നെയാണ്. ഒരു ചുഴലിക്കാറ്റ, വെറും കൊടുങ്കാറ്റല്ല ഇത്. നമ്മള് ചാപ്റ്റർ 1 നമ്മൾ ഇത് തന്നെ നമുക്ക് അറിയാം, സംഭവം ഇതൊക്കെ തന്നെയാന്ന് നമുക്ക് അറിയാം. പക്ഷേ ഇതിന്റെ ഒരു അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് അത് വേറെ ലെവലാ. അത് മനസ്സിലാകാത്തൊരു കാര്യമാണ്. അതിനകത്ത് എല്ലാ സംഭവം ഉണ്ട്, അതിനകത്ത് മാസ് ഉണ്ട്, ഇമോഷൻ ഉണ്ട്, എല്ലാ സംഭവം ഉണ്ടെങ്കിലും ഇതിന്റെ ഒരു ഫീൽ എന്ന് പറയുന്നത് എല്ലാരും വെയിറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് അല്ലേ? പിന്നെ കാരണം ഈ പടത്തിൽ എന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഒന്നും വലിയൊരു സ്റ്റോറി, ഭയങ്കര സ്റ്റോറി എക്സ്പെക്ട് ചെയ്തൊന്നല്ല പോവാ. പക്ഷെ സിനിമയിൽ വരുന്ന കറക്റ്റ് ആയിട്ടുള്ള ട്വിസ്റ്റും അല്ലെ ടേണും, പിന്നെ അതിന്റെ യഷിന്റെ പ്രസൻസ്, BGM, മേക്കിംഗ് സ്റ്റൈല്, അതിന്റെ കളർ ഗ്രേഡിങ് എല്ലാം കൂടി വരുമ്പോ പിന്നെ ഇതിലൊരു സ്പെഷ്യാലിറ്റി കൊണ്ട് ഡിപ്രഷൻ സഞ്ജയ് ദത്ത്, രവീന ടണ്ടൻ, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ എന്തായാലും ട്രെയിലറാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സഞ്ജയ് ദത്താണ് എന്തായിരിക്കും, കാരണം വെച്ചാൽ സഞ്ജയ് ദത്തിനൊരു എന്താ പറയാ സത്വം എന്നൊക്കെ പറയില്ലേ, ഒരു മോൺസ്റ്റർ എന്നൊക്കെ പറയുന്ന ഒരു ലുക്ക്. സഞ്ജയ് ദത്ത് ശരിക്കും അങ്ങനെയാണല്ലോ, ആള് സ്ക്രീനിൽ വന്നു കഴിഞ്ഞാല് വല്ലാത്തൊരു സ്ക്രീൻ പ്രസൻസ്. മറ്റേ പടമില്ലേ എന്താ പറയാ അഗ്നിപത്ത്, അതിനകത്ത് എന്താ പറയാ ഒരു ഭീകര സത്വം, നമുക്ക് പേടിയാവും കാണുമ്പോ തന്നെ. അതുപോലെ എനിക്ക് ഇതിനകത്തൊക്കെ ആള് പൊളിയാണ്. ആള് എന്താ പറയാ, എനിക്ക് തോന്നുന്നു വേറെ ഏതെങ്കിലും ആക്ടർ ഉണ്ടെങ്കിൽ തന്നെ, വേറെ ഇതിപ്പോ മെയിൻ സ്റ്റാർ വന്നാലും കൂടി സഞ്ജയ് ദത്ത് വന്നിട്ടുണ്ടെങ്കിൽ, സ്ക്രീനിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു സ്ക്രീൻ കൊണ്ടുപോകും. എന്തായാലും ഉറപ്പാണ് അതൊക്കെ അങ്ങനെ ആക്കി. പിന്നെ പ്രത്യേകിച്ച് രവീന ടണ്ടൻ അവരൊക്കെ കുറെ കാലത്തിന് ശേഷം എന്താ പറയാ മൂവി ആ ഒരു ഇതിനകത്തേക്ക് വരുന്ന പറയാം. പക്ഷെ എന്നാലും അവരൊക്കെ നല്ല ബോൾഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ഇവർ എടുത്തിരിക്കുന്ന ആളുകൾ. പ്രകാശ് രാജ് വരെ ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഇതിന്റെ ഒരു ഇമ്പാക്ട് കണ്ടുതന്നെയാണ്. പിന്നെ നമ്മുടെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് ഇത് നമ്മള് കേരളത്തിലോട്ട് ഡിസ്ട്രിബ്യൂഷൻ എല്ലാ തിയേറ്ററുകളിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതെ, വിതരണം ചെയ്യുന്നത് നമ്മളുടെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ്. അപ്പോ ലോഞ്ചിന്റെ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോ. അപ്പൊ എന്തായാലും മാസ്, പിന്നെ നല്ലൊരു കിടിലൻ ക്ലാഷും കൂടിയാണ് ബീസ്റ്റിന്റെ കൂടെ ഇറങ്ങുന്നത് 13-14 അല്ലേ? എനിക്ക് തോന്നുന്നു 2-2-ന്റേതായിട്ടുള്ള രീതിയിലുള്ള ഇതാണ്. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല, ക്ലാഷ് ആകാൻ സാധ്യതയില്ല. അവൾ എന്ത് ചെയ്യേണ്ട ഒരു 13 വരണം പോയി കാണാൻ വന്നാൽ അത് വേറെ. ബാക്കിയൊക്കെ ആ സമയത്ത് കിട്ടുന്ന ഈ തിയേറ്റേഴ്സ് ഒക്കെ എന്താ പറയാ എന്ത് ചെയ്യുന്ന ഞാൻ ആലോചിക്കുന്നത് അല്ലേ? ചാടി ഓടിയെടുത്തിട്ട് നമ്മൾ പടം കാണേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ബീസ്റ്റും ഹൈലി എക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ് നമ്മള്. പിന്നെ KGF അതുപോലെ തന്നെയാണ്. അതെന്തായാലും തീയതിയും സംഭവങ്ങളൊന്നും ഇവര് മാറ്റിയൊന്നും വെക്കുന്നില്ല, അത് വേറെ കാര്യം. എന്തായാലും നമ്മൾക്ക് 2 എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പൊ 2 തരാണ്. അപ്പൊ പക്ഷെ ഒന്നൊന്ന് ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. അറ്റ്ലീസ്റ്റ് ഒരു ആവറേജ് രീതിയിൽ പോവാണെങ്കിൽ 2 പടത്തിനും വിജയാശംസകൾ. 2 നന്നാവട്ടെ. അപ്പൊ അത്രേ നമുക്ക് പറയാനുള്ളൂ. അപ്പൊ എന്തായാലും ഇതിലെ പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.